ഹലോ ഡിയേഴ്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കോട റെസിപ്പി നോക്കാം. നോമ്പിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ചിക്കൻ പക്കോട ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു 3 പീസ് ചിക്കൻ ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. വേണമെങ്കിൽ കുക്കറിലിട്ടിട്ട് നിങ്ങൾക്ക് ഒരു വിസിൽ കൊടുത്ത് വേവിച്ചാലും മതി. ഞാനിപ്പോൾ ഈ ഒരു ഇതിലാണ് വേവിച്ചെടുക്കുന്നത്. ഉപ്പും മഞ്ഞളും ഇട്ട് നമ്മൾ ചിക്കൻ വേവിക്കുക. വെന്തതിന് ശേഷം ഇത് നന്നായിട്ട് കൈകൊണ്ട് പിച്ചിയെടുക്കുക ചെയ്യേണ്ടത്. ഇതുപോലെ പിച്ചിയെടുക്കണം. ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിത് വേവിച്ചതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ആക്കിയെടുത്തതാണ്. മിക്സിയിലൊന്നും ഇടണ്ട, കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു പക്കവടൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 സവോള ഇതുപോലെ നീളത്തിൽ കുറച്ച് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിയാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് മൈദമാവാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പോളം കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്താലും നല്ലതായിരിക്കും. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എരിവ് നല്ലോണം വേണമെങ്കിൽ മുളക് പൊടി അധികം ചേർക്കാം, ഇല്ലെങ്കിൽ പച്ചമുളക് അധികം ചേർത്താലും മതി. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്, അതും ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി, അത് വെറും ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ചേർത്താൽ മതി. മല്ലിപ്പൊടി ഒരുപാട് ആവരുത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ചേർത്തു. ഇനി ഇത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് തൈര് കൂടെ ആഡ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ തൈര് ചേർക്കുന്നില്ല. ഇപ്പോൾ തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കുഴഞ്ഞിട്ടാണ് കുഴച്ചെടുക്കുന്നത്. തൈര് ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. തൈരിൻ്റെയും ഉള്ളിൻ്റെ ഒക്കെ വെള്ളം കൊണ്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കുന്നുള്ളൂ. തൈര് ഉണ്ടെങ്കിൽ തൈര് തന്നെ കുറച്ച് ചേർത്താൽ മതി. ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. അപ്പോൾ ഞാനിത് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ നമ്മൾ തളിച്ച് കൊടുക്കാമെന്ന് പറയില്ല, ആ ഒരു രീതിയിലാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത്. ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, മാവ് ലൂസായി പോരുത്. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡിയായി. ഞാനൊരു സാധനം ചേർക്കാൻ വിട്ടുപോയി. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നേരത്തെ ചതച്ച് വെച്ചതാണ്, പക്ഷെ മറന്നുപോയതാണ്. അപ്പോൾ അതുകൂടെ ചേർക്കാം. പേസ്റ്റായിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ചേർക്കാം. ഇത് നമ്മൾ കുഴച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ആയിട്ട് വെക്കുക. മാവ് നന്നായിട്ട് ആ ഒരു ചിക്കൻ്റെ എല്ലാം ടേസ്റ്റ് നമുക്ക് ഈ വടയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മളിത് മാറ്റി വെക്കണം. അപ്പോൾ നമുക്കിനി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി നമ്മളെ ചിക്കൻ പക്കുവട ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് കുറേശ്ശെ മാവ് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ കുറേശ്ശായിട്ട് നുള്ളിയിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ വെച്ച് പരത്തി നമ്മൾ സാധാരണ വട പോലെ പരിപ്പ് വട പോലെ ചെയ്യാം. പക്ഷേ ഈ ഒരു രീതി ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്കവട എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തീ നന്നായിട്ട് കൂട്ടി വെക്കരുത്. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ അത്യാവശ്യം നല്ല ചൂടുണ്ടാവുകയും വേണം. നമ്മൾ ഒരുപാട് അങ്ങനെ തീ കൂട്ടി വെച്ച് കഴിയുമ്പം പെട്ടെന്ന് അതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോകും, പക്ഷേ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം തീയിൽ വെച്ച് അങ്ങനെ നമ്മൾ വറുത്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ രീതിയിലുള്ള നോമ്പിന് പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി പലഹാരങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിക്കാം. ചിലപ്പോൾ ഒരുപാട് പേർ ചെയ്യുന്നതായിരിക്കും. എന്നാലും ചെയ്യാത്തവരും അറിയാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പക്കുവടയാണ്. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ബാച്ച് പക്കുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടിഷ്യൂലോ എന്തെങ്കിലും ഇട്ട് വെക്കാം. കൂടുതലായിട്ടുള്ള എണ്ണയൊക്കെ പോയിട്ട് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ബാച്ചായി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം. ഞാൻ ഒരുപാട് നമ്മളെ മലബാർ സ്റ്റൈൽ റെസിപ്പീസൊക്കെ സ്നാക്ക് റെസിപ്പിയൊക്കെ ഞാൻ കുറേ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് ഇടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്ത് സെർച്ച് ചെയ്താലും നിങ്ങൾക്കിത് കിട്ടും. ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോമ്പിന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മളെ പക്കുവട ഇവിടെ റെഡിയായി. നല്ല കറുമുറ എന്നുള്ള പക്കുവടയാണ്. നല്ല കട്ടൻ ചായ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മറ്റു റെസിപ്പി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്